ദൈവത്തിന് സ്തോത്രം. 2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. 2 ചോദ്യങ്ങളും നല്ല ചോദ്യങ്ങളാണ്. ഞാൻ ഇന്നലെ ഒരു കാര്യം ഓർപ്പിച്ചു. അത് ജാതികളുടെ ദേവന്മാർക്ക് വേണ്ടി അധികവും ഉപയോഗിക്കുന്ന ഒരു പദമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചോദ്യകർത്താവ് നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. അങ്ങനെയെങ്കിൽ ദാനിയേൽ, ഏഗസ്കേൽ അങ്ങനെ തുടങ്ങുന്ന അതെങ്ങനെ വരും? അങ്ങനെ അവരുടെ പേരിനോട് ചേർത്ത് ഏൽ വന്നെങ്കിൽ അത് ജാതികളുടെ ദൈവമാകുമോ? ഇല്ല. ഒരു കോമൺ നെയിം ഞാൻ പറഞ്ഞു മിക്കവാറും ഉള്ളത് എന്നൊരു പ്രയോഗം നടത്തി ഇത് നോക്കിയാൽ അറിയാം. അപ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ ദാനിയേലിനും കൂട്ടരും തെരഞ്ഞെടുക്കപ്പെട്ടവരായി രാജസന്നിധിയിൽ നിൽക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരായിട്ട് വരുമ്പോൾ അവരുടെ പേര് മാറ്റുന്നതായിട്ട് നാം വായിക്കും. അതിൽ ഒരാളുടെ പേര് മീശായേൽ എന്നാണ്, ഇല്ലേ? മീശായേൽ. അവിടെ വരുന്ന ഏൽ എന്തായിരുന്നാലും നമ്മുടെ ദൈവത്തിൻ്റെ പേര് അല്ല, അത് ജാതിയുടെ പേരാണ്. പിന്നെ ദാനിയേലിനൊരു പേരിട്ടു. അതെന്തായിരുന്നു? ബെൽസസർ അല്ല, എനിക്കറിയാം അതെങ്ങനെ പറയുമെന്ന്. ബെൽത്തുണ്ട്, ബെൽത്ത് ഷസർ. അവിടെയും ആ ബെൽ എന്നുള്ളതിൽ എന്തു വരുന്നുണ്ട്? ഏൽ വരുന്നുണ്ട്. അപ്പോൾ തന്നെ മറ്റേത് ഏഗസ്കേൽ, ദാനിയേൽ, അതൊക്കെ ദൈവത്തോടുള്ള ബന്ധത്തിലാണ് ബൈബിൾ. അതുകൊണ്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഒരാൾക്ക് ബാബു എന്ന് പേരുണ്ടെന്നിരിക്കട്ടെ. ബാബു ക്രിസ്ത്യൻസും ഉണ്ട്, പിന്നെ ആരുമുണ്ട്. എൻ്റെ വീട്ടിലെ പേര് അങ്ങനെയാണ് എന്നും പറഞ്ഞാൽ അതാരും വിളിക്കണ്ട. ബാബു എന്ന് പേര് ക്രിസ്ത്യൻസിനും ഉണ്ട്, ഹിന്ദുസിനും ഉണ്ട്. അതൊരു കോമൺ നെയിമാണ്. എന്ന് പറഞ്ഞതുപോലെ ഏൽ എന്നുള്ളത് ഒരു നല്ല പങ്ക് ജാതികളുടെ ദേവന്മാർക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും കുറച്ചൊക്കെ ജീവനുള്ള ദൈവത്തെ അത് ആ സന്ദർഭമനുസരിച്ചാണ് ആ കാര്യങ്ങൾ നമ്മൾ വ്യാഖ്യാനിക്കണം. രണ്ടാമത്തെ വന്ന ചോദ്യം ഇതുപോലെ തന്നെയോ ഇതിനേക്കാൾ വലുതോ ആയ ഗൗരവമായ മറ്റൊരു ചോദ്യമാണ്. ഇത് ഗൗരവമില്ലെന്നല്ല, ഞാൻ അതിൻ്റെ വാക്ക് ശ്രദ്ധിക്കണം. ഇതുപോലെയോ ഇതിനേക്കാളോ ഗൗരവമായ, രണ്ടും ഗൗരവമുള്ളതാണ്. ആ ചോദ്യം ഇതാണ്: പിതാവായ ഏക ദൈവമേ നമുക്ക് ഉള്ളൂ എന്നുള്ളത്. അതിൽ വരുന്ന ഒരു ചോദ്യം, അത് യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ പിന്നെ ആരെക്കുറിച്ചാണ് പറയുന്നത്? യേശുക്രിസ്തു ദൈവമല്ലേ? അതാ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. യേശുക്രിസ്തു ദൈവമല്ലേ? ദൈവമാണ്. അങ്ങനെയെങ്കിൽ പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അപ്പോൾ ദൈവം എത്ര ഉള്ളൂ? ദൈവം എത്രയേ ഉള്ളൂ? ഒന്ന് ഉത്സാഹത്തിലിരുന്നു, ഇന്നലത്തെ പോലെ. ഒന്നേയുള്ളൂ, ഏക ദൈവമേ നമുക്കുള്ളൂ. അത് നമ്മൾ ചിന്തിച്ചില്ലേ? അങ്ങനെയെങ്കിൽ യേശു ദൈവമാണെങ്കിൽ കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനം 8:6 പറഞ്ഞിരിക്കുന്ന പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തു അല്ലേ? അതാ ചോദ്യം. യേശുക്രിസ്തു അല്ലേ? ദൈവമല്ലേ എന്നല്ല, അത് യേശുക്രിസ്തു അല്ലേ? യേശു ദൈവമാണല്ലോ, അല്ലേ? യേശു ദൈവമാണ്. പിതാവ് ആര്? ദൈവമാണ്. പരിശുദ്ധാത്മാവും ദൈവമാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് 1 യോഹന്നാൻ 5:20 വരുന്നുണ്ട്. നമ്മൾ അവിടെ യോഹന്നാൻ എഴുതുമ്പോൾ പറയുന്നുണ്ട്, അവൻ സത്യ ദൈവം. അപ്പോൾ പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ എന്നും യോഹന്നാൻ പറയുമ്പോൾ യേശു സത്യദൈവമെന്നും. തീർന്നില്ല. ഈ പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ എന്നുള്ളത് യേശുവിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഇത് പറയുന്നത് യേശുവിൻ നാമക്കാരാ. അതാ ഞാനത് വ്യക്തമാക്കിയില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഈ പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ എന്ന് യേശുവിനെ കുറിച്ചാണ് പറയുന്നെങ്കിൽ ഈ യേശു യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യത്തിൽ പിതാവിനോട് പറയുന്നുണ്ട്. എന്താ പറയുന്നത്?
അറിയാൻ വയ്യ, ഈയിടെയൊന്നും വായിച്ചില്ലേ? പിതാവിനോട് പറയുന്നുണ്ട് ഏക സത്യ, ആര് പറയുന്നു? പുത്രൻ പറയുക. അപ്പോൾ കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ നാം പറഞ്ഞ വേദഭാഗം പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ എന്ന് യേശുവിനെ കുറിച്ച് തന്നെയാ പറഞ്ഞിരിക്കുന്നതെന്ന് സമർത്ഥിക്കുമ്പോൾ യോഹന്നാൻ 17:3 എന്ത് മറുപടി കൊടുക്കും? ആ യേശുവാണ് പറയുന്നത് ഏക സത്യ, പിതാവിനോടാ പറയുന്നത് ഏക സത്യ ദൈവമായ തന്നെ. അവിടെ പല 3 വിധത്തിലാണ് പിതാവിനെ യേശു സംബോധന ചെയ്തത്. ഒന്ന് നീതിയുള്ള പിതാവേ. മനസ്സിലായില്ലേ? എന്താ രാവിലെ ഒന്നും ചായയൊന്നും കുടിച്ചില്ല, കുടിച്ചൊന്നും ഉഷാറായിക്കുക. അവിടെ പിതാവായ ദൈവം എന്ന് സംബോധന, അല്ല, നീതിയുള്ള ദൈവം എന്ന് സംബോധന ചെയ്തിട്ടുണ്ട് പിതാവിനെ യേശുക്രിസ്തു. അതേ അധ്യായത്തിൽ തന്നെ പരിശുദ്ധ പിതാവേ എന്ന് വിളിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പഠിക്കുമ്പോഴാണ് നാം അതിലങ്ങ് രസിക്കുന്നത്. അപ്പോൾ പരിശുദ്ധ പിതാവേ എന്നും നീതിയുള്ള പിതാവേ എന്നും യേശു ആരെയാണോ വിളിച്ചത് ആ യേശു പറയുകയാണ് ഏക സത്യദൈവമായ. അപ്പം നീ ഏകദൈവമാണ്. ആര് പറയുന്നു? പുത്രൻ പറയുന്നു. അങ്ങനെയെങ്കിൽ കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നതും പിതാവാണെന്ന് ചിന്തിക്കുന്നതിൽ എന്തോന്നാന്നേ തെറ്റ്? അപ്പോൾ അത് യേശുവിൻ നാമക്കാരുടെ മറ്റൊരു വക്രത എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. മനസ്സിലായില്ലേ? ഇനി അടുത്ത ചോദ്യമുണ്ട്. അപ്പോൾ യേശു ദൈവമാണ് ആന്നു, പരിശുദ്ധാത്മാവ് ദൈവമാണ് അതും വരുന്നുണ്ട് ആന്നു. അതെങ്ങനെ ഒക്കുന്നത്? പറയാം. ഇത് ആ ഏകത്വത്തിലെ ബഹുത്വത്തെ വെളിപ്പെടുത്തുന്ന ഒരു പ്രയോഗമാണത്. കഴിഞ്ഞ ദിവസം ഞാനത് പറഞ്ഞു. ഏക ദൈവമേ നമുക്കുള്ളൂ. ആ ഏക ദൈവത്തിൽ 3 ആളത്വങ്ങളുണ്ട്. അപ്പോൾ ഏക ദൈവത്തിലുള്ള 3 ആളത്വങ്ങൾ, ആ 3 ആളത്വങ്ങൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എവിടെയുണ്ട്? 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 പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന 3 ആളത്വങ്ങൾ എവിടെയുണ്ട്? എവിടെയുണ്ട്? ഏക ദൈവത്തിലുണ്ട്. അപ്പോൾ ഏക ദൈവത്തിൽ ഈ 3 ആളത്വങ്ങൾ ഉണ്ടെങ്കിൽ യുക്തിക്ക് നിരക്കുന്ന കാര്യമല്ലേ? ഏക ദൈവത്തിൽ ഈ 3 ആളത്വങ്ങൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഓരോ ആളത്വവും ആരാ? ദൈവമാണ്. അത് യേശുവിനെ കുറിച്ച് പിതാവിനെ കുറിച്ച് മാത്രമാണ് എന്ന് പറയേണ്ട ആവശ്യം ഇല്ല. പിതാവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പിതാവ് ഉദാഹരണമായി പറയാം. ഇനി മേലാൽ അവർ, അത് പറയാൻ തന്നെ ഒരു മടി. 2 അവർ ഒരു ദേഹം. ആര്? ആര്? ഭാര്യയും ഭർത്താവും. പിള്ളേർക്ക് പറയാനൊരു നാണം. ഭാര്യയും ഭർത്താവും അവരൊരു ദേഹമാണ്. അതുകൊണ്ട് അവർ 2 ആളല്ലേ? ചിന്തിച്ചേ, 2 ആളല്ലേ? 2 ആള്. ഒരു ദേഹമെന്ന് പറയുന്നിടത്ത് 2 ആളത്വങ്ങളുണ്ട്. ഭർത്താവുമുണ്ട്, ഭാര്യയുണ്ട്. അപ്പോൾ തന്നെ വിവാഹത്തോടുകൂടെ അവർ രണ്ടും ഒരു ദേഹമാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഇത്രയും ചിന്തിച്ചാൽ മതി. ത്രിയേക ദൈവത്തിൽ, ഏക ദൈവത്വത്തിൽ 3 ആളത്വങ്ങൾ ഉണ്ടെങ്കിലും ആ 3 ആളത്വങ്ങളും സാരാംശത്തിൽ അത് വന്നു, സാരാംശത്തിൽ ഒന്നാണ്. അതുകൊണ്ട് അത് യേശുവിനെ കുറിച്ചാണ് പറയുന്നതെന്ന് സമർത്ഥിക്കാൻ യേശുവിൻ നാമക്കാർ ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നും ഇല്ല. അങ്ങനെയെങ്കിൽ യേശു പിതാവിനോട് കഴിച്ച പ്രാർത്ഥനയിൽ അതിനുള്ള മറുപടി അവർ തിരിച്ച് പറയണം. ആ പുത്രൻ പറയുക ഏക സത്യദൈവമായെന്നില്ല. അതല്ല യേശുവിനെ കുറിച്ച് പറയുക ഏക സത്യദൈവമായോന്നില്ല. പണ്ട് ഒരുത്തൻ പറഞ്ഞു, എന്നോടുള്ള ബഹുമാനം നിമിത്തം ഞാൻ തന്നെ എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറഞ്ഞു. മനസ്സിലായോ? എന്ന് പറഞ്ഞതുപോലെ യേശുവിനെ കുറിച്ച് പറയുക ഏക സത്യദൈവമായ. അതെന്നാ പരിപാടിയാണ്? അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? ഓക്കെ, അപ്പോൾ ഇത് ക്ലിയറായില്ലേ? ഇല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ക്ലിയർ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്കടുത്തത് ട്രിനിറ്റിയാണ് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകത്വത്തിലെ ബഹുത്വം മനസ്സിലാക്കണം. പഴയ നിയമത്തിൽ നിന്ന് ആ ഏകത്വത്തിലെ ബഹുത്വം നമ്മൾ ചിന്തിച്ചു. പുതിയ നിയമത്തിൽ വരുമ്പോൾ ആ ബഹുത്വം എന്ന് പറയുന്നത് ട്രിനിറ്റിയാണ്, അല്ലെങ്കിൽ ത്രിയേകത്വമാണ്. ഈ 3 ആളത്വങ്ങളാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്.
ഞാൻ കഴിഞ്ഞ ദിവസം അല്പം നമ്മളിങ്ങനെ പറഞ്ഞു പോയെങ്കിൽ എല്ലാ ഭാഗവും ഒന്നും നോക്കാൻ പറ്റിയില്ല. ഞാനൊരു വസ്തുത പറയാം. ഈ ട്രിനിറ്റി ഉണ്ടല്ലോ, ദൈവത്തിൻ്റെ സൃഷ്ടികളിലെല്ലാം കാണാൻ കഴിയും. മനസ്സിലായില്ലേ? ദൈവത്തിൻ്റെ സൃഷ്ടികളിലെല്ലാം ഈ ട്രിനിറ്റി നമുക്ക് കാണാം. എന്തൊക്കെയാണെന്ന് ഞാൻ പെട്ടെന്ന് പറയാം. നിങ്ങൾക്കറിയാവുന്നത് തന്നെയാണ് ഓർപ്പിക്കുന്നത്. പക്ഷേ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ഗുണം വരുമെന്ന് കരുതിയ. ഒന്ന്, മനുഷ്യനെന്ന് പറയുമ്പോൾ ഏകമാണ്, അല്ലേ? ഏകമാണ്. ആ ഏകത്വത്തിൽ എന്തുണ്ട്? മൂന്നാളത്തും കൂടും. അപ്പോൾ 3 മനുഷ്യന്മാരാകുകയല്ലേ? അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ ചാണ്ടപ്പിള്ളമാർ വന്ന് ക്ലാസ് എടുക്കുമെന്ന് പറയണ്ടേ? മനുഷ്യൻ എന്ന ഏകത്വത്തിൽ 3 ഘടകങ്ങളുണ്ട്. ട്രിനിറ്റി അവിടെ കാണാവുന്നേ. ത്രിയേക ദൈവത്തെ കാണാമെന്നല്ല ഞാൻ പറഞ്ഞത്. ഓരോ വാക്ക് ശ്രദ്ധിച്ചാണ്. ട്രിനിറ്റി അതിൽ കാണാം ആ ഏകത്വത്തിൽ. എന്തൊക്കെയാ? 1 തെസ്സലോനിക്കർ 5:23 അത് പറയുന്നുണ്ട്. എന്താ അവിടെ പറയുന്നത്? നിങ്ങളൊക്കെ വചനം പഠിക്കുന്നവർ. വേറെ എവിടെയെങ്കിലും ആയിരുന്നു ഇപ്പോൾ അടിച്ചതിനെ ദേഹം ദേഹി ആത്മാവെന്ന്. അത് ശരിയാ, പക്ഷേ ആദ്യം ആത്മാവാ പറയുന്നത്, അല്ലേ? ആത്മാവ്, ദേഹി, പിന്നെ ദേഹം എന്ന് അനേകരും നേരെ തിരിച്ച ദേഹം ദേഹി. അത് ഞാൻ പറയാറുണ്ട്, അത് അവരുടെ കുറ്റമല്ല. അവരേറ്റവും വലുതായിട്ട് കാണുന്നത് എന്തുവാ? ദേഹമാണ്. അതുകൊണ്ടാണ് ആത്മാവിനെ ഒടുവിലാകാം ആ കാര്യം. എന്നാൽ പൗലോസ് പഠിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവും പ്രാണനും അല്ലെങ്കിൽ ദേഹിയും ദേഹവും. അപ്പം നോക്ക്, ഞാനെന്ന് പറയുന്ന ആ മനുഷ്യൻ, ഞാൻ ആ എന്നിൽ ആ ഏകത്വത്തിൽ 3 ഘടകങ്ങളുണ്ട്. ആത്മാവ്, ദേഹി, ദേഹം. അപ്പോൾ ഈ 3 ഘടകങ്ങളിലുള്ള ഒരു ഏകത്വത്തോടു കൂടിയാണ് ദൈവം ആരെ സൃഷ്ടിച്ചത്? മനുഷ്യനെ. അപ്പോൾ ദൈവം എന്ന ഏകത്വത്തിലെ 3 ആളത്വങ്ങൾ ഉള്ളത് ദൈവം തൻ്റെ സൃഷ്ടിയിലും ആ ട്രിനിറ്റി, ആ ത്രിത്വം വെളിപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണമാണ്. രണ്ടാമത് സൃഷ്ടിയിലുള്ള മറ്റൊരു ട്രിനിറ്റി ഫിലിപ്പിയർ 2:10 വാക്യമാണ്. ഫിലിപ്പിയർ 2:10 വാക്യം. അത് ലോകത്തിലുള്ള ട്രിനിറ്റിയാണ്. ലോകത്തിൽ ഒന്ന് മനുഷ്യനിലുള്ള ട്രിനിറ്റി, രണ്ടാമത് ലോകത്തിലുള്ള ട്രിനിറ്റി. ലോകമെന്ന് പറയുമ്പോൾ എന്താണ്? ലോകം അർത്ഥമല്ല ഞാൻ ചോദിച്ചത്. ഏത് വകുപ്പിൽ വരും? പ്ലൂറലോ സിംഗുലറോ? ലോകം. അയ്യോ, അല്ല, എനിക്ക് നിങ്ങൾക്ക് ഇനി ഞാൻ ഇംഗ്ലീഷിൽ പറയണം. ഞാനിനി ഇംഗ്ലീഷിൽ പറയാൻ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാകുകയില്ല, എനിക്കും മനസ്സിലാകുക. അപ്പോൾ ഒന്ന് പറഞ്ഞാട്ടെ. ലോകം അതേത് വചനമാണ്? ഏകവചനമാണ്. ലോകം ഏകമാണ് ലോകം. ആ ഏകമെന്ന ലോകത്തിൽ ബഹുത്വമുണ്ട്, ട്രിനിറ്റി ഉണ്ട്. അതാണ് ഫിലിപ്പിയർ 2:10 പറയുന്നത്. നമ്മളത് കണ്ടു. എന്താ? സ്വർലോകരും ഇല്ലേ? നോക്കണം ആ ട്രിനിറ്റി പോകുന്നത്. അപ്പം ദൈവം സ്പർശിച്ചിട്ടുള്ളിടത്തെല്ലാം ആ ട്രിനിറ്റി അവിടുന്ന് വെളിപ്പെടുത്തിക്കൊണ്ടായിരിക്കുന്നത്. അതിലൂടെ എങ്കിലും ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ എത്ര ദുഃഖകരമായ അവസ്ഥ. അപ്പോൾ മനുഷ്യനിൽ ഒരു ട്രിനിറ്റി, ലോകം എന്ന് പറയുന്നിടത്ത് ട്രിനിറ്റി, സ്വർലോകം, ഭൂലോകം, അധോലോകം. ഇനിയും ഈ ഭൂലോകം എന്ന് പറയുമ്പോഴും അതും ഏകമാണ്. ഭൂലോകം, അല്ലേ? ഭൂലോകങ്ങൾ എന്നാരും പറയാറില്ലല്ലോ. ഭൂലോകം എന്ന് പറയുന്നതും ഏകമാണ്. പക്ഷേ ആ ഏകത്തിൽ എന്തുണ്ട്? ട്രിനിറ്റി ഉണ്ട്. ശ്രദ്ധിച്ചാട്ടെ, ട്രിനിറ്റി ഉണ്ട്. എന്താണ് ആ ട്രിനിറ്റി? അത് തൃത്വത്തിലാണ് ഈ ഭൂലോകം പ്രവർത്തിക്കുന്നത്. ഇതിപ്പോൾ പിള്ളേർക്ക് വരെ അറിയാവുന്ന കാര്യമായി പറയുന്നത്. ഈ ഭൂലോകം പ്രവർത്തിക്കുന്നത് തൃത്വത്തിലാണ്, ട്രിനിറ്റിയിലാണ്. എന്താണ് ആ തൃത്വം? വായു, ജലം. എന്നേക്കാൾ വലിയ പഠിപ്പുള്ളവരാ. വലത്ത് സൈഡിലെ ഡിഗ്രി അറിയാം. എനിക്കൊരു ഡിഗ്രിയും ചേർക്കാനില്ല. വായു, ജലം, അഗ്നി.
വായു, ജലം, അഗ്നി, സകല ജീവൻ്റെയും ക്രമീകരണം അവിടെയാണ് ഈ ഭൂലോകത്തോടുള്ള ബന്ധത്തിലെടുക്കുമ്പോൾ. അപ്പോൾ ഈ ഭൂലോകത്തിൻ്റെ ക്രമം അല്ലെങ്കിൽ അതിൻ്റെ ക്രമീകരണം, ജീവൻ്റെ ക്രമീകരണം എന്ന് പറയുന്നത് വായു, ജലം, അഗ്നി ഇതിലടിസ്ഥാനപ്പെട്ടായിരിക്കുന്നത്. അപ്പോൾ അവിടെയും നമുക്ക് ഭൂലോകമെന്ന ആ ഏകത്വത്തിലെ ട്രിനിറ്റി നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ 1 മനുഷ്യനിൽ, 2 ലോകത്തിൽ, 3 ഭൂലോകത്തിൽ. ഇനിയും സ്വർലോകം അത് ഏകത്വം, സ്വർലോകം. പക്ഷേ ആ ഏകത്വത്തിൽ എന്തുണ്ട്? ട്രിനിറ്റി ഉണ്ട്. അതെന്താണ്? 2 കൊരിന്ത്യർ 12-ാം അധ്യായം 2-ാം വാക്യം. സ്വർലോകം എന്ന ഏകത്വത്തിലെ ട്രിനിറ്റി 2 കൊരിന്ത്യർ 12-ാം അധ്യായം 2-ാം വാക്യം. അവിടെ അദ്ദേഹം പറയുന്ന, പൗലോസ് പറയുക, ക്രിസ്തുവിലൊരു മനുഷ്യനെ എനിക്ക് അറിയാം. 14 സംവത്സരം മുൻപ് അയാൾ എങ്ങോട്ട് പോയി? അതാണ് 3-ാം സ്വർഗത്തോളവും എടുക്കപ്പെട്ടു. 3-ാം സ്വർഗം. 3-ാം സ്വർഗം എന്ന് പറയുമ്പോൾ അതിനു മുൻപ് എത്ര കാണണം? നീ എത്രയിലാണ് പഠിക്കുന്നത്? ഞാൻ 3-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 3-ാം ക്ലാസ്സിൽ പഠിക്കണമെങ്കിൽ ആദ്യം എത്ര എണ്ണം കാണണം? 2 എണ്ണം കാണണം, വേണ്ടേ? ഞാൻ 3-ാമതാണ് നിൽക്കുന്നത്. 3-ാമത് നിൽക്കണമെങ്കിൽ നിൻ്റെ മുൻപിൽ എത്ര പേരുണ്ട്? 2. അയ്യോ, എന്നാ ഉദാഹരണമാണ്, ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ സാരം 3-ാം സ്വർഗമെന്ന് പറയുന്നു. അപ്പോൾ 3-ാം സ്വർഗമെന്ന് പറയുമ്പോൾ 1-ാം സ്വർഗമുണ്ട്, 2-ാം സ്വർഗമുണ്ട്, 3-ാം സ്വർഗമുണ്ട്. മനസ്സിലായോ മോനെ? അപ്പോൾ ഈ 1-ാം സ്വർഗം എന്ന് പറയുന്നത് എന്താ? ഇവർക്കറിയാം. ഞാൻ നിങ്ങളെ കൂടെ കരുതി. ചില പ്രസംഗം ഈ പിള്ളേരെ ഒന്ന് ശ്രദ്ധിക്കുക, അടിച്ച് തകർത്തങ്ങ് പോവുക. ഞാൻ എവിടെ പ്രസംഗിച്ചാലും ഈ ചെറുപ്പക്കാർ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും നോക്കും, പ്രായം ചെന്നവർ. അപ്പോൾ ഈ 1-ാം സ്വർഗം എവിടെയാ അറിയാം? 1-ാം സ്വർഗം നമ്മൾ ഈ കാണുന്ന ആകാശമണ്ഡലം, മേഘം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, പറവകളുടെ വികാര സ്ഥലമാണ്. പറവകളുടെ, പക്ഷികളുടെ, അതാണ് ഈ 1-ാം സ്വർഗം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ 2-ാം സ്വർഗം ഏതാ? പറഞ്ഞേന്നേ, നമ്മൾ ഉത്സാഹിച്ചേ. 2-ാം സ്വർഗം നിങ്ങൾക്കറിയാൻ വയ്യാഞ്ഞിട്ടൊന്നുമല്ല, നിങ്ങളുടെ സ്വഭാവമാണ് മിണ്ടാതിരിക്കുന്നത്. എന്ത് ഈ 2-ാം സ്വർഗം? 2-ാം സ്വർഗം എന്ന് പറയുന്നത് സൂര്യ ചന്ദ്ര ഗോളങ്ങളുടെ ആ ഒരു ഏരിയയാണ് 2-ാം സ്വർഗം എന്ന് പറയുന്നത്. 3-ാം സ്വർഗമെന്ന് പറയുന്നിടത്തോട്ടാണ് രക്ഷിക്കപ്പെട്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും പോകാൻ പോകുന്നത്. അതിനെ അങ്ങനെ താൻ പറഞ്ഞത് രക്ഷിക്കപ്പെട്ട അല്ല. ചിലത് എനിക്ക് സംശയമുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇവിടുത്തെ അല്ല. ചിലരുടെ രീതിയും പോക്കും കാണുമ്പോൾ സംശയം തോന്നും. ഇങ്ങോട്ട് വന്നപ്പോഴും ഞാൻ കാറിൽ വെച്ച് അതാ പറഞ്ഞത്, ഇങ്ങോട്ട് രാവിലെ വന്നപ്പോൾ അവരുടെ ഫലം കൊണ്ട് അവരെ നോക്കിയിട്ട് ഒരു ഫലവുമില്ല. അതുകൊണ്ട് പറയുന്നതേ ഉള്ളൂ, നിങ്ങളല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞത് 3-ാം സ്വർഗം അതായിരിക്കണം. അത് തന്നെ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ. സ്തോത്രം. അത് തന്നെയാണ് പർദീസ എന്ന് ഇപ്പം പറയുന്നത്. ഈ പുതിയ നിയമത്തിൽ പറയും യേശുവിൻ്റെ ഉയർപ്പോടുകൂടെ പർദീസ എന്ന് ഇപ്പം പറയുന്നതും ആ 3-ാം സ്വർഗമാണ്. അതെങ്ങനെ അറിയാം? ഈ പറഞ്ഞ വാക്യത്തിൽ 2 കൊരിന്ത്യർ 12-ന്റെ 2 മുതലുള്ള വാക്യത്തിൽ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പർദീസയോളം എടുക്കപ്പെട്ടു. അപ്പോൾ 3-ാം സ്വർഗത്തിൽ എടുക്കപ്പെടുക എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ വ്യാഖ്യാനിക്കുക, നമ്മുടെ വ്യാഖ്യാനമല്ല. പർദീസയോളം എടുക്കപ്പെട്ടു. അത് ക്രിസ്തുവിൻ്റെ സ്ഥാനം, വിശുദ്ധന്മാർ അവിടേക്കാണ് പോകുന്നത്. അപ്പം നമ്മുടെ വിഷയം ഇതാണ്. സ്വർലോകം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഏകത്വമാണ്. ഏകത്വം, സ്വർലോകം എന്ന ഏകത്വത്തിലെ ട്രിനിറ്റിയാണ് 1-ാം സ്വർഗം, 2-ാം സ്വർഗം, 3-ാം സ്വർഗം. അവിടെയും ദൈവത്തിൻ്റെ സൃഷ്ടികളിലുള്ള ട്രിനിറ്റി നാം കാണുന്നുണ്ട്. ഇനി അധോലോകം. ഭൂലോകം കഴിഞ്ഞു, പിന്നെ സ്വർലോകം കഴിഞ്ഞു, പിന്നെ അധോലോകം. അധോലോകം എന്ന് പറയുമ്പോൾ ഏകമാണ് അധോലോകം. അധോലോകങ്ങളെന്ന് പറയാറില്ല, അധോലോകം. ഈ അധോലോകത്തിലുമുണ്ട് ട്രിനിറ്റി. അതേതാണ്? 1 പാതാളം.
ലൂക്കോസ് വിശേഷം 16-ാം അധ്യായം വായിച്ചാൽ മതി. പാതാളം, യേശുവിൻ്റെ വാക്കുകൾ. രണ്ടാമത്തേത് അധമപാതാളം. അത് 86-ാം സങ്കീർത്തനം, 85, 86, നിങ്ങൾ നോക്കിക്കോണം, 85, 86. ഇപ്പം എല്ലാം ഓർമ്മ വരുന്നത് പറയും, ഇതൊന്നും ഇവിടെ എഴുതി വെച്ചിട്ടില്ല, ചിലത് മാത്രമേ ഉള്ളൂ. അധമപാതാളത്തെക്കുറിച്ച് 86-ാം സങ്കീർത്തനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ പറയുന്നുണ്ട്, അത് 86, നീ എന്നെ അധമപാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. പാതാളത്തിൽ നിന്ന് രക്ഷിച്ചെന്നല്ല, പിന്നെ അധമപാതാളം. അപ്പം പാതാളവും ഉണ്ട്, പിന്നെ അധമപാതാളവും ഉണ്ട്. ഏറ്റവും ഒടുവിൽ പിശാചിനെ വിടുന്ന ഒരു സ്ഥലമുണ്ട്. അത് അതോ ലോകത്തിലെ 3-ാമത്തെ സ്ഥലമാണ് അഗാധ കൂപം. അതെവിടെ എഴുതി വെച്ചിരിക്കുന്നു? വെളിപ്പാടിൽ ഏതധ്യായത്തിൽ? ഏതോ ഒരു അധ്യായത്തിലുണ്ട്, ഇല്ലയോ? 20-ാം അധ്യായത്തിലുണ്ട്, ആരംഭത്തിൽ എഴുതിയിട്ടുണ്ട്. അഗാധ കൂപം. അപ്പോൾ പാതാളമെന്ന് പറയുന്നിടത്ത്, അധോലോകമെന്ന് പറയുന്നിടത്ത് പാതാളമുണ്ട്, അധമപാതാളമുണ്ട്, അഗാധ. നോക്ക്, ഇവിടെ എല്ലാം ആ ഏകത്വത്തിൽ, ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ഏകത്വത്തിൽ ട്രിനിറ്റി അടങ്ങിയിരിക്കുന്നത് കാണാൻ കഴിയും. ഏറ്റവും ഒടുവിലായി ഇത്രയൊക്കെ ധാരാളം മതി, അല്ലേ? അടുപ്പയിലിട്ടിരിക്കുന്ന ഈ അരി വെന്തോന്നില്ലയോ എന്നറിയാൻ 1 കിലോ മുഴുവൻ എടുത്ത് ഞെക്കി നോക്കേണ്ട കാര്യം. വരീനയുടെ പിള്ളേരെ നമുക്കിതൊന്ന് ഞെക്കി നോക്കാം, അങ്ങനെയില്ല. 2 എണ്ണം ഇങ്ങനെ ഞെക്കുമ്പോൾ അറിയാം അത് വെന്തോ ഇല്ലയോ എന്ന്. ഈ പറഞ്ഞ് ഈ ഉദാഹരണം ധാരാളം മതി. ഇത് പോരായെങ്കിൽ ഏറ്റവും ഒടുവിൽ ഒന്നുകൂടെ തരാം. മനുഷ്യലോകത്തിലും ഉണ്ട് ഈ ട്രിനിറ്റി. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 32-ാം വാക്യം, അവിടെ ആ ട്രിനിറ്റി ഉണ്ട്. എന്താ അവിടെ ആ ട്രിനിറ്റി പറയുന്നത്? യഹൂദനും യവനനും ദൈവസഭയും. മനസ്സിലായില്ലേ? യഹൂദൻ, യവനൻ, ദൈവസഭ, ഈ 3ഉം കൂടെ കൂടുന്നതാണ് മനുഷ്യലോകം എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യലോകമെന്ന ഏകത്വത്തിലെ ട്രിനിറ്റിയാണ് ഞാൻ പറഞ്ഞതുപോലെ യഹൂദനും യവനനും ദൈവസഭയും എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ, ഞാൻ അവസാനിപ്പിക്കാൻ പോവുക ആ ഭാഗം, ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ, ദൈവത്തിൻ്റെ ക്രമീകരണത്തിൽ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, യുവാക്കളും യുവതികളുമായുള്ളവരെ, ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ പോലും ഏകത്വവുമുണ്ട്. ആ ഏകത്വത്തിൽ എന്തുകൊണ്ട്? ട്രിനിറ്റിയും ഉള്ളതായി, ബഹുത്വവും ഉള്ളതായിട്ട് കാണുന്നെങ്കിൽ, ഇതിൻ്റെയൊക്കെ കാരണഭൂതനായ ഏക ദൈവത്തിൽ എന്തുണ്ട്? ട്രിനിറ്റി ഉണ്ട്, 3 ആളത്വങ്ങളുണ്ട്. അതാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചു. ഇനിയും ആ കാര്യം ഇന്നലെ പറയാതിരുന്നതാ, അത് ഞാനിപ്പോൾ പറഞ്ഞു. ഇനിയും ഇന്നലെ പറഞ്ഞത് ഒന്നുകൂടെ ഒരു കാര്യം ഒന്ന് ക്ലിയറാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിതാണ്, ഇന്നലെ നമ്മൾ ആ യഹോവ സാക്ഷികളെക്കുറിച്ചും, പിന്നെ എനിക്ക് രാത്രി കിടന്നപ്പോൾ ഈ പഠിപ്പിക്കുന്നവർക്കും എഴുതുന്നവർക്കും ഒക്കെ ഉറക്കം കുറവാണ്. കാര്യം ഇനി ഇതിനോട് എന്താണ് ഇനിയും ചേർക്കാനുള്ളത്, തള്ളാനുള്ളത്, ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത. അതുകൊണ്ട് നേരം വെളുക്കുമ്പോൾ ആ വീട്ടുകാർ ചോദിക്കും ഉറങ്ങിയായിരുന്നു എന്ന് ചോദിക്കും. കാര്യം അവർക്കറിയാം ഇങ്ങനെയുള്ളവർക്ക് വലിയ ഉറക്കമൊന്നും ഇല്ലെന്നറിയാം. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ അവരുടെ കാര്യം പറഞ്ഞല്ലോ, യഹോവ സാക്ഷികളുടെ കാര്യം. അവരുടെ 3 ദുരുപദേശങ്ങളും നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഒന്ന്, തൃത്വനിഷേധികളാണെന്ന് ചിന്തിച്ചു, അത് പറഞ്ഞതാണ്. രണ്ടാമത്, യേശുക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ വന്നപ്പോൾ അദ്ദേഹം ആരായിരുന്നു? നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വെറും ഒരു മനുഷ്യനായിരുന്നു. മനസ്സിലായില്ലേ? ഇതൊക്കെ വലിയ ഈ യേശുക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കുന്ന മറ്റൊരു ചിന്തയുണ്ട്. എന്താണെന്നറിയാമോ? യേശു ഒരു വെറും മനുഷ്യനായിരുന്നു. ആ വെറും മനുഷ്യനിലേക്ക് ക്രിസ്തു ഇറങ്ങി വന്നു. ഇങ്ങനെ വെറും മനുഷ്യനാ, എന്നാൽ ക്രിസ്തു അദ്ദേഹത്തിലോട്ട് ഇറങ്ങി വന്നു. എപ്പോൾ? സ്നാനസമയത്ത് ഇറങ്ങി വന്നപ്പോൾ ഈ ക്രിസ്തു വെറും മനുഷ്യനായ യേശുവിൽ വസിച്ചുകൊണ്ടാണ് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചത്. മനസ്സിലാക്കണം. എന്നിട്ട് എന്താ അവർ പഠിപ്പിക്കുന്നറിയാമോ? മരണസമയമായപ്പോൾ ഈ യേശുവിൽ നിന്ന് ഈ പുള്ളി അങ്ങ് ഇനി നീ സഹിക്കുന്നെങ്കിൽ സഹിച്ചു, ഞാൻ എന്ന മട്ടിൽ,
ഇനി നീ സഹിച്ചു. എന്നെല്ലാം ഉപദേശങ്ങളാണെന്നറിയാമോ? അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട്. അത് പൊട്ട തെറ്റാണെന്നുള്ളൂ ഞാൻ പറയാം. ജനിച്ചപ്പോൾ യേശുവിനെ കുറിച്ച് എന്താ ലൂക്കോസ് വിശേഷം 1 കാണുന്നത്? ദൂതന്മാർ വിളിച്ചു പറയുന്നു എന്താ? എന്താ? ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ കർത്താവായ ക്രിസ്തു. അപ്പൊ ജനിച്ചപ്പോഴേ പുള്ളി ആരാ? ക്രിസ്തുവാ. അപ്പൊ പിന്നെ എപ്പോഴാ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്? എപ്പോഴാ? ഇനി മരിച്ചപ്പോഴും ക്രിസ്തു പോയില്ല, മരിച്ചപ്പോഴും ക്രിസ്തുവാണ്. അതെങ്ങനെ അറിയാം? പത്രോസ് തന്റെ ലേഖനത്തിൽ പറയുന്നു, ഇങ്ങനെ ക്രിസ്തു കഷ്ടമനുഭവിച്ചു. അപ്പോൾ ആ കഷ്ടം അനുഭവിച്ചത് ആരാ? ക്രിസ്തുവാ. അപ്പോൾ ഇങ്ങനെയൊരു പെശകൊണ്ടെന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇനിയും ഇവര് അതൊക്കെ വെച്ചായിരിക്കാം യേശുവിൻ്റെ ദൈവത്വം അംഗീകരിക്കാത്തത്, ഈ യഹോവ സാക്ഷികൾ. ഇനി ഇവരെക്കുറിച്ച് വേറെ ഒരു രണ്ടാമത്തെ നമ്മൾ എന്താ പറഞ്ഞത്? യേശു വെറും മനുഷ്യനായി, പക്ഷേ പുനരുത്ഥാനം ചെയ്തപ്പോൾ ശരീരം കൂടാതെ, ഇതൊക്കെ മനസ്സിലാക്കി വെക്കേണ്ടതാണ് കേട്ടോ, ശരീരം കൂടാതെ ഒരാത്മജീവിയായിട്ട് എന്ത് ചെയ്തു? ഉയർത്തിട്ട് പിതാവ് എന്ത് ചെയ്തു? ദൂതന്മാർക്ക് മീതെ ഈ പുള്ളിയെ അങ്ങ് വെച്ചു. അപ്പം ശരീരം എന്ത് ചെയ്യും? അവർ പഠിപ്പിക്കുന്നത് യഹോവ തന്നെ ഈ ശരീരം മറവ് ചെയ്തു, മറച്ചു, മറ്റുള്ളവരെ കാണാതെ മറച്ചു എന്നൊരു പഠിപ്പിക്കലാണ് രണ്ടാമത് ഇവർക്കുള്ളത്. മൂന്നാമത് പഠിച്ചത് നമ്മൾ ഓർക്കുന്നത്, ഇതൊക്കെ ഒന്നുകൂടെ മനസ്സിൽ കിടക്കാൻ വേണ്ടിയാണ് കേട്ടോ. മൂന്നാമത് ഇവർ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണെന്നാണ് പറയുന്നത്. അത് നമ്മൾ പിന്നെ ചിന്തിക്കും. ദൈവത്തിൻ്റെ ശക്തിയാണെന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പം മൂന്നാമത്തെ ദുരുപദേശം. നാലാമത്തേത് എന്താ? അത് നമ്മെ സംബന്ധിച്ച ശരീരം വിട്ടാൽ ഒരു ജീവിക്കുന്ന നിലനിൽക്കുന്ന ആത്മാവില്ലെന്നാണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞ ആത്മാവ് ഇല്ല. അതുകൊണ്ട് നിത്യ നരകമെന്ന് പറയുന്നത് ഒന്ന് ഇല്ല. ഇന്നലെ പറഞ്ഞതുപോലെ അങ്ങോട്ടിടുന്നു, കത്തുന്നു, തീർന്നു പരിപാടി. ഇങ്ങനെയുണ്ട്. പിന്നെ വേറൊന്ന് ഞാനിവിടെ പഠിപ്പിച്ചു. ഇവരുടെ വേറൊരു കുഴപ്പം എന്നായിരുന്നു? തിരുവത്താഴം ഇതിൽ ഭുജിക്കേണ്ടതാരാ? ഇവരിൽ തന്നെ 144,000 പേർ. ഈ 144,000 വേണ്ടി 2 പേര് അടിയുണ്ടാക്കുന്നു. ആരൊക്കെയാണെന്നറിയാമോ? ഒന്ന് ഇവര്, രണ്ടാമത്തേത് കൂടിയ ബന്ധക്കോസ്ത് TPM. അവർ പറയുന്നു ഞങ്ങളാണ്. ഇവനോടെല്ലാം നമുക്ക് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഏത് ഗോത്രത്തിൽ പെട്ടതാ? ലേവി ഗോത്രത്തിലാണോ? അവിടെ നിന്നാണല്ലോ ഇത് മുദ്ര കുത്തി ഇങ്ങോട്ട് ഇടുന്നത്. നിങ്ങൾ ഏത് ഗോത്രത്തിൽ പെട്ടവർ? അപ്പം 2 പേരും പറയുന്നു ഞങ്ങളാന്നുള്ളത്. അപ്പം ഇവർ പറയുന്നു ഞങ്ങളാണ് ഈ 144,000 പേര്. അപ്പോൾ ഈ 144,000 പേര് ഇത് തുടങ്ങിയിട്ട് ഞാനൊരു കാലക്കണക്ക് നിങ്ങളോട് പറഞ്ഞു. എന്നാ തുടങ്ങിയെന്നാ പറഞ്ഞേ? റസൽ തുടങ്ങിയെങ്കിലും യഹോവ സാക്ഷികൾ എന്ന പേരെടുത്തത് 1931. അപ്പോൾ ഈ റസൽ തുടങ്ങിയപ്പം മുതൽ അങ്ങോട്ട് കണക്ക് കൂട്ടിയാൽ ഇപ്പോൾ 144,000 കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇവരൊന്നിച്ച് കൂടി വരുമ്പോൾ എന്തുവാ ചിന്തിക്കുക. അവരൊരു നമ്മൾ തന്നെത്താൻ ശോധന ചെയ്യണമെന്നില്ലേ? ഇവർ പരിശോധിക്കും ഇതിനകത്ത് വല്ലോ. അപ്പോൾ തമ്മിൽ പരിശോധിക്കുമ്പോൾ ആരും തന്നെ ഇതിനകത്തില്ല, 144,000 അതുകൊണ്ട് ആരും തന്നെ ഇത് കഴിക്കണ്ട എന്നിട്ട് ഇതുങ്ങൾ കൊണ്ടുചെന്ന് ഇതെന്നെ ചെയ്യുന്നത് ഇത് വേറൊരു ദുരുപദേശമാണ്. പിന്നെ ഇവരെക്കുറിച്ച് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയത് ഇതാണ്. അതായത് ഇവരുടെ രക്ഷ എങ്ങനെയാണെന്നറിയാമോ? ഇവരുടെ രക്ഷ ഇതും മനസ്സിലാക്കി വെക്കേണ്ടത്. ഇവരുടെ രക്ഷ യേശുക്രിസ്തു മറുവിലയായി തീർന്നു എന്നുള്ള വാക്കൊക്കെ അവർ അംഗീകരിക്കുന്നുണ്ട്. കാര്യം ദൈവം അതിനു വേണ്ടി അയച്ചെന്നുള്ള ഒരു ചിന്തയുണ്ട്. പക്ഷേ മറുവിലയിലുള്ള വിശ്വാസത്തിലൂടെയും യഹോവ സാക്ഷികളുടെ കൈക്കീഴിലുള്ള സ്നാനത്തിലൂടെയുമാണ് എന്ത് രക്ഷ. സ്നാനത്തിലൂടെയെന്നല്ല, ആരുടെ കൈക്കീഴിൽ? യഹോവ സാക്ഷികളുടെ കൈക്കീഴിലുള്ള സ്നാനത്തിലൂടെയുമാണ് എന്ത് കിട്ടുന്നത്? രക്ഷ കിട്ടുന്നത്. ഇത്ര രാജവെമ്പാലയേക്കാളുള്ള വിഷമാണ് ഈ വർഗത്തിൻ്റെ കയ്യിലുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കണം. യേശുവിൻ നാമക്കാരെ കുറിച്ച് ഞാൻ ഓർപ്പിച്ചു.
ഇത് 1901 പെന്തക്കോസ്ത് പ്രസ്ഥാനം ആരംഭിച്ചെങ്കിലും ഒരു വലിയ വിഭാഗം ശുശ്രൂഷകന്മാർ ഉപദേശ വിഷയത്തിൽ സഭയിൽ നിന്ന് പിരിഞ്ഞു. അത് 1916 ആ പിരിവ് സംഭവിച്ചത്. അതിൽ പ്രമുഖരാണ് ഈ ഉപദേശത്തിൻ്റെ, യേശുവിൻ നാമത്തിൻ്റെ ഉപദേശത്തിൻ്റെ പ്രമുഖനാണ് വില്യം ബ്രണ്ണാം എന്ന് പറയുന്നയാൾ. വില്യം ബ്രണ്ണാം 1905 മുതൽ 1965 വരെയുള്ള കാലഘട്ടം ജീവിക്കുന്ന ആളാണ്. ഇനി ഈ ബ്രണ്ണാം എന്ന് പറയുന്ന യേശുവിൻ നാമത്തിൻ്റെ ആൾ പറഞ്ഞതെന്നറിയാം, ആരംഭത്തിൽ പിൽക്കാലത്ത് പ്രവചനത്തിൽ ഏലിയാവ് താനാണെന്ന് ഇയാൾ അവകാശപ്പെട്ടു. പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന മലാക്കി പറഞ്ഞില്ലേ ഇനി ഏലിയാവ് വരുമെന്ന്, അത് താനാണെന്ന് അയാൾ അവകാശപ്പെട്ടു. ചുരുക്കത്തിൽ ഈ അരോചകമായ ഉപദേശങ്ങളൊക്കെ പഠിപ്പിക്കുകയും അത് വലിയ പ്രശ്നമായി തീരുകയും ചെയ്തു. ഇവർ യഹോവ സാക്ഷികളുടെ വിരുദ്ധ കോടിയിലാണ് എന്ന് നമുക്ക് ഓർക്കാൻ കഴിഞ്ഞു. ആ കാര്യങ്ങളും ഞാൻ ഈ സമയത്ത് ഓർപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ട് ദുരുപദേഷ്ടാക്കന്മാരെ, ദുരുപദേശ സഭയെ നമ്മൾ മനസ്സിലാക്കി വേണം ജീവിക്കാൻ. അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളോട്, ചെറുപ്പക്കാരോട് വിശേഷാൽ ഞാൻ ഓർപ്പിക്കുകയാണ്, നമുക്കാവശ്യമില്ലാത്ത ചവറ് ശ്രദ്ധിക്കാൻ ഇടയാകരുത്. ഇനി ശ്രദ്ധിക്കുന്നെങ്കിൽ ഒരു വിശ്വാസ മച്യൂരിറ്റിയിലേക്ക് വന്നിട്ട് വേണം അതൊക്കെ ശ്രദ്ധിക്കാൻ. അപ്പം നമുക്ക് കാര്യകാരണ സഹിതം വിവേചിച്ചറിയാൻ കഴിയും. അങ്ങനെ ഒരു പക്വതയിലേക്ക് വരാത്ത ആളുകൾ ഇതൊക്കെ കണ്ടാൽ അതൊക്കെ ശരിയെന്ന് തോന്നുകയും നമ്മുടെ പിതാക്കന്മാർ അല്ലെങ്കിൽ വചനത്തിലൂടെ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണെന്നുള്ള ബോധ്യത്തിലേക്ക് വരാൻ ഇടവരികയും ചെയ്യും. അതുകൊണ്ട് ഒന്നുകൂടെ പറഞ്ഞ ആ ഭാഗം ഞാൻ വിടുകയാണ്. യോഹന്നാൻ അപ്പോസ്തലൻ ലേഖനം 2 പറയുന്നു, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാത്തവന് പിതാവുമില്ല പുത്രനുമില്ല. അതുകൊണ്ട് ആ ഒരു ഗതികേട് നമുക്കുണ്ടാകാൻ ഇടയാകരുത്. നമ്മിൽ ആരെങ്കിലും ഇങ്ങനെയുള്ള തെറ്റിലേക്ക് അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർ ഷുഗർ കോട്ടിംഗ് ായിട്ട് ഇത് കൊണ്ടു തരുമ്പോൾ അതിനോട് നോ പറയാനും അവരെ താക്കീത് ചെയ്യാനും നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അത് വലിയ അപകടത്തിലേക്കായിരിക്കും പോകുന്നത് എന്നും കൂടെ ഞാൻ ഓർപ്പിച്ച് ഇതങ്ങ് വിടുകയാണ് ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാം, ഒന്നുകൂടെ പറയാം. നമുക്കാവശ്യം, എല്ലാവരും അങ്ങനെയാണല്ലോ പറയുന്നത്, ക്വാളിറ്റിയാണ് ആവശ്യം, ക്വാണ്ടിറ്റി. ദുരുപദേശം വിഷം പരത്തി നമ്മുടെ കൂടെ നിന്ന് മലീമസമാക്കുന്നതിനേക്കാൾ ആ ആളിന് അങ്ങനെയുള്ള സ്വാതന്ത്ര്യം ഉള്ളിടത്തോട്ട് പോകാം. കാരണം അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ എന്ത് ചെയ്യുന്നു? പുളിപ്പിക്കുന്നുവെന്നാണ്. ഇതിനൊക്കെ സഭയാണ് ഗൗരവം കൊടുക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുന്നു. ദൈവം ഏകനാണെന്നുള്ളത് കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. ആ ഏകത്വത്തിൽ എന്തുണ്ടെന്നും ചിന്തിച്ചു, ബഹുത്വമുണ്ടെന്നും ചിന്തിച്ചു. ഇനി ആവർത്തിക്കുന്നില്ല. ആ ബഹുത്വത്തിൽ 3 ആളത്വങ്ങളാണ്, ട്രിനിറ്റിയാണ് അല്ലെങ്കിൽ ത്രിയേകത്വമാണ് എന്നും നമുക്ക് പഠിക്കാനായിട്ട് സാധിച്ചു. ഇനി ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ത്രിയേകത്വോപദേശത്തിൽ അല്ലെങ്കിൽ തൃത്വോപദേശത്തിൽ 5 അടിസ്ഥാന പ്രമേയമുണ്ട്. 5 അടിസ്ഥാന കാര്യങ്ങൾ. ഈ തൃത്വം എന്ന അല്ലെങ്കിൽ ത്രിയേകത്വം എന്ന ഉപദേശത്തിൽ 5 അടിസ്ഥാന പ്രമേയമുണ്ട്. അതെന്തൊക്കെയാണ് ആ പ്രമേയങ്ങൾ? 5 എണ്ണം പറഞ്ഞു പോവുകയാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. തൃത്വോപദേശത്തിൽ അല്ലെങ്കിൽ ത്രിയേകത്വം എന്ന ഉപദേശത്തിൽ 5 അടിസ്ഥാന പ്രമേയങ്ങളുണ്ട്. അതെന്തൊക്കെയാണ് ആ പ്രമേയങ്ങൾ? 1, ദൈവം ഏകനാണ്. അതാണ് ഒന്നാമത്തെ അടിസ്ഥാന പ്രമേയം, ദൈവം ഏകനാണ്. രണ്ടാമത് അതിലെ അടിസ്ഥാന പ്രമേയം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവമാണ്. അപ്പോൾ 1, ദൈവം ഏകനാണ്. 2, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവമാണ്. മൂന്നാമത്തെ പ്രമേയം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വ്യത്യസ്ത ആളത്വങ്ങളാണ്. മനസ്സിലായില്ലേ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വ്യത്യസ്ത ആളത്വങ്ങളാണ്. അല്ലാതെ ഒന്നിൻ്റെ പര്യായം
അല്ല, ഒന്നിൻ്റെ പര്യായമല്ല. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഒന്നിൻ്റെ പര്യായം പിതാവെന്ന് പറഞ്ഞാൽ അർത്ഥം പുത്രനും പരിശുദ്ധാത്മ. അങ്ങനല്ല, ഇത് മൂന്നും വ്യത്യസ്തമായിരിക്കുന്ന മൂന്ന് ആളത്വങ്ങളാണെന്നുള്ളതാണ് ഇതിലെ അടിസ്ഥാന കാര്യം. നാലാമതായി, തൃത്വത്തിലെ വിഭിന്ന ആളത്വങ്ങൾ നിത്യമാണ്. തൃത്വത്തിലെ വിഭിന്ന ഈ മൂന്നാളത്വങ്ങൾ അത് നിത്യമാണ് എന്ന് പറഞ്ഞാൽ, ഒരാളെ സൃഷ്ടിച്ചു, അത് കഴിഞ്ഞ് ആ ആൾ മറ്റേ ആളിനെ സൃഷ്ടിച്ചു എന്നല്ല. അത് നമ്മൾ പഠിക്കും, സമയം നമുക്കുണ്ട്. അപ്പോൾ അത് നാം വിശേഷാൽ ഓർത്തുകൊള്ളേണ്ടത്. അത് നിത്യമാണ്. ഈ വിഭിന്ന ആളത്വങ്ങൾ നിത്യമാണ്. അതാണ് നാലാമത്തെ അടിസ്ഥാനം. അഞ്ചാമത്തെ അടിസ്ഥാനം, ഈ ത്രിയേകത്വം എന്ന ഉപദേശത്തിലെ അഞ്ചാമത്തെ അടിസ്ഥാനം, തൃത്വത്തിലെ ആളത്വങ്ങൾക്ക് തമ്മിൽ സത്താസമത്വമുണ്ട്. തൃത്വത്തിലെ ആളത്വങ്ങൾക്ക് തമ്മിൽ സത്താസമത്വമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ സാരാംശം ഉണ്ടല്ലോ, ദൈവം എന്ന ആ സാരാംശത്തിൽ ഈ മൂവരും തുല്യരാണ്, സമരാണ്, സാമ്യരല്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചതുപോലെ സമരാണ്. ആരുടെയും മുൻപിൽ ഒരാൾ ചെറുതും ഒരാൾ വലുതുമല്ല എന്നുള്ള ആ അടിസ്ഥാന തത്വവും നമ്മളിത് ഓർക്കണം. ഞാൻ 5 കാര്യം ഓർപ്പിച്ചു. അത് ഒന്നുകൂടെ ഞാൻ പറയാം. എന്തിനാ ഈ കൂടെ പറയുന്നൊരു ചിന്ത വരും. കാരണം ഇതിലൊന്നുപോലും മുറിഞ്ഞു പോകാൻ ഇടയാകരുത്. കഴിഞ്ഞ ദിവസം എനിക്ക് സന്തോഷം തോന്നി. ഒരു സഹോദരൻ പറഞ്ഞു, ഇത് ഇത്രയും ലഘൂകരിച്ചു പറയാമെന്നുള്ളത് ഇപ്പോഴാണ് ശരിയാ. ചിലർ ഇതങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അവരുടെ ചിന്ത നമ്മുടെ കൂട്ടത്തിലല്ലേ, അയ്യോ എൻ്റെ ദൈവമേ, എടുത്തു കഴിഞ്ഞാൽ അവരുടെ ചിന്ത എന്നാണെന്നറിയാമോ? ആർക്കും മനസ്സിലാകരുത്. അങ്ങനെയെങ്കിൽ ആ പുള്ളി ഒരു വേദ പണ്ഡിതനാ എന്നൊരു ചിന്തയുണ്ട്. ഞാൻ അതല്ലാത്തത് കൊണ്ടാണ് ഇത്രയും ലളിതമായി വലിച്ചു കീറി 2-3 പ്രാവശ്യം പറഞ്ഞ് ഇതെല്ലാം മനസ്സിലായി. എന്നല്ല, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ മനസ്സിലാകും. ഓക്കെ, 5 കാര്യം ഞാൻ ഓർപ്പിച്ചു. ത്രിയേകത്വം എന്ന ഉപദേശത്തിലെ 5 അടിസ്ഥാന കാര്യങ്ങൾ. ഒന്ന് പറഞ്ഞ എൻ്റെ കൂടെ. 1, ദൈവം ഏകനാണ്. 2, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവമാണ്. 3, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വ്യത്യസ്ത ആളത്വങ്ങളാണ്. 4, തൃത്വത്തിലെ വിഭിന്ന ആളത്വങ്ങൾ നിത്യമാണ്. 5, തൃത്വത്തിലെ ആളത്വങ്ങൾക്ക് തമ്മിൽ സത്താസമത്വം ഉണ്ട്, സാമ്യരല്ല, സമരാണ്. ഈ 5 കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ അടിസ്ഥാനപരമായിട്ട് ഉണ്ടായിരിക്കണം. ഇനി നമ്മൾ ഈ തൃത്വത്തിലെ 3 ആളത്വങ്ങളെ സംബന്ധിച്ച് വേർതിരിച്ച് ചിന്തിക്കാൻ പോവുക. വ്യത്യസ്തരാണെന്ന് പറഞ്ഞല്ലോ. പിതാവ്, ഈ 3 ആളത്വങ്ങളും ദൈവമാണെന്ന് നമ്മൾ ഓർത്തു. അങ്ങനെ പറഞ്ഞാൽ പോരല്ലോ, വേദപുസ്തകത്തിൽ നിന്ന് എടുക്കണം. 3 ആളത്വങ്ങളും ദൈവമാണ്. പിതാവ് ദൈവം, പുത്രൻ ദൈവം, പരിശുദ്ധാത്മാവ് ദൈവം. അതിനുള്ള തെളിവെന്താ? അതിനുള്ള തെളിവാകെ ശാസ്ത്രത്തിലല്ല, പിന്നെ എവിടാ ഉള്ളത്? ബൈബിളിലാണ് ഉള്ളത്. ഇത് അംഗീകരിക്കാത്തവനോട് പിന്നെ നമ്മൾ ഇതങ്ങോട്ട് ചിലർ നമ്മുടെ ഇടയിലൊക്കെ കണ്ണനം കൊണ്ടുവയ്ക്കും. എന്നോട് ഒരാൾ പറഞ്ഞു, അത് വേറെ ഇതിലല്ല, വേറൊരു വിഷയം. സാധാരണ കണ്ണിക്കാൻ നമ്മൾ പോകുന്ന ഒരു കൂട്ടരുണ്ടല്ലോ, ആരാന്നറിയാമല്ലോ. എന്നോട് ഒരിക്കൽ പറഞ്ഞു, അച്ചാനും. ഞാൻ പറഞ്ഞു, ഞാൻ വരികയായിരുന്നു. ഞാൻ വരികയില്ല. ശരി, കണ്ണിച്ച കാര്യം ശരിയാക്കിയാൽ അവർ ഈ പറഞ്ഞ ഉപദേശത്തിലേക്ക് വരുമെന്ന് മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് തന്നാൽ ഞാൻ വരാം. ഇല്ലല്ലോ, ചുമ്മാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവിതർക്കങ്ങൾ നടത്താമെന്നല്ലാതെ നമ്മുടെ എനർജിയും പോകും, നമ്മുടെ സമയവും. ആ സമയം കൊണ്ട് എനിക്ക് 10 പേർക്ക് എന്തോ കൊടുക്കാം. സുവിശേഷ പ്രതികൾ കൊടുത്ത് ഒരെണ്ണത്തെ കർത്താവിങ്കിലേക്ക് എന്ത് ചെയ്യുക, കൊണ്ടുവരാം. അപ്പോൾ ഈ 3 ആളത്വങ്ങളും ദൈവമാണെന്ന് തെളിയിക്കുന്നത് ബൈബിളാണ്, അല്ലാതെ വേറെ ഒരു മാർഗം ഇല്ല. അപ്പോൾ ഈ ബൈബിളിൽ നിന്ന് ഈ 3 ആളത്വങ്ങളും ദൈവമാണെന്ന് തെളിയിക്കാൻ ഓരോരോ 2 വാക്യങ്ങൾ വെച്ച് ഞാൻ പോവുകയാണ്. 1, പിതാവ് ദൈവമാണ്. 1 കൊരിന്ത്യർ 8-ാം അധ്യായം 6-ാം വാക്യം. നമ്മൾ ആരംഭത്തിൽ ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞിടത്താണ് പിതാവ് ദൈവമാണ്. അവിടെ എന്താ നമ്മൾ കണ്ടത്? പിതാവായ എന്ന് പറഞ്ഞേ
പിതാവായ നിങ്ങൾ എൻ്റെ കൂടെ പറഞ്ഞാൽ ഈ വായിക്കോട്ടയൊക്കെ ഒഴിവാക്കാം. മനസ്സിലായില്ലേ? നല്ല ഊർജ്ജസ്വലരായിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ അവിടെ എന്താ വായിക്കുന്നത്? പിതാവായ ഏക ദൈവമേ നമുക്ക് ഉള്ളൂ. 1 കൊരിന്ത്യർ 8:6. അപ്പോൾ ഇതെന്താ വെളിപ്പെടുത്തുന്നത്? തൃത്വത്തിലെ ഒരാളത്വമായ പിതാവാരാണ്? ദൈവമാണ്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ ദൈവത്വത്തെക്കുറിച്ച് ആരൊക്കെ പഠിപ്പിക്കുന്നോ അതിൽ ഈ യേശുവിൻ നാമക്കാരൊഴിച്ചാൽ ആർക്കും തന്നെ പിതാവ് ദൈവമല്ലെന്നുള്ളത് തർക്കം, ദൈവമാണെന്നുള്ള തർക്കം ഇല്ല. ദൈവമാണെന്ന് സമ്മതിക്കുക. അതുകൊണ്ട് അധികം വാക്യത്തിൻ്റെ ആവശ്യമില്ല. ഈ ഒറ്റ വാക്യം, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. ഇനി യേശുക്രിസ്തു ഈ ലോകത്തിൽ വെച്ച് അവിടുന്ന് മനുഷ്യനായിട്ട് ഈ മണ്ണിൽ വന്ന് 3.5 വർഷം പഠിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോൾ മനുഷ്യരോട് പിതാവിനെക്കുറിച്ച് 2 വാക്കാണ് അദ്ദേഹം എടുത്തത്. ഒന്ന്, ദൈവമെന്ന് പലവട്ടം പിതാവിനെയാണ് ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ടാമത് പിതാവെന്നും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ യേശുവിൻ്റെ വാക്കിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിതാവാരാ? ദൈവമാണ്. അതിന് കൂടുതൽ തെളിവ് വേണ്ട. തെളിവ് മുഴുവൻ വേണ്ടത് ബാക്കി 2 പേർക്കാണ്. മനസ്സിലായില്ലേ? ബാക്കി 2 പേർക്കാണ്. ആ കാര്യത്തിൽ ആദ്യത്തേതിൽ നമുക്ക് സംശയമൊന്നുമില്ല. ഏതില്? പിതാവ് ആരാണെന്ന്, ദൈവമാണെന്ന് സംശയമില്ല. എന്നാൽ അടുത്തത് പുത്രനും പരിശുദ്ധാത്മാവും ദൈവമാണോ? ദൈവമാണെന്ന് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അത് വേഗത്തിലൊന്ന് പറയാം. 8:30 നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്. നമുക്ക് നിർത്താം. പുത്രൻ. ഇനി അടുത്ത പുത്രനെ കുറിച്ച്. പുത്രൻ ദൈവമാണ്. അതെവിടെ എഴുതിയിരിക്കുന്ന പുത്രൻ ദൈവമാണെന്ന്? ഓരോ വാക്യങ്ങളും ഞാൻ പറയാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്നെന്താ? വീരനാം ദൈവം. ആ ദൈവം എന്നുള്ളത് ഇപ്പോൾ എടുത്താൽ മതി, ബാക്കി നമുക്ക് പിന്നെ വരുന്നതാണ്. അപ്പോൾ അവിടെ ക്രിസ്തുവിനെ ദൈവമെന്നാണ് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്നത്. ഇല്ല, ആത്മാവ് പറഞ്ഞിരിക്കുന്നത് ദൈവമെന്നാണ്. അപ്പോൾ അത് യേശുവിൻ്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുന്ന വളരെ ഉറച്ച ഒരു വചനമാണ് അത്. ഇനി രണ്ടാമത് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുന്നതാണ് ഫിലിപ്പ്യ ലേഖനം 2-ാം അധ്യായം 6-ാമത്തെ വാക്യം. അവിടെ എന്താ വായിക്കുന്നത്? യേശുക്രിസ്തു മനുഷ്യാവതാരം എടുത്ത് ഈ മണ്ണിലേക്ക് വന്ന കാര്യം പൗലോസ് ഓർപ്പിക്കുമ്പോൾ എന്താ പറയുന്നത്? അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ. അപ്പോൾ ഈ പുത്രനാരാ? പിതാവിനോട് സമനാണ്, തുല്യനാണ്. അവിടെ ഒരു ഏറ്റക്കുറിച്ചിൽ കാണുന്നില്ല. അപ്പം നിങ്ങൾ പറയും, അങ്ങനെയെങ്കിൽ യേശു ഇവിടെ വെച്ച് പിതാവിനോട് പ്രാർത്ഥിച്ചല്ലോ. അയ്യോ, അങ്ങനെ ചോദിക്കരുത്. കാരണം അത് നമുക്കൊരു കുഞ്ഞു വിവരക്കേട് വരുന്നത് പോലെ. യേശു ഇവിടെ പൂർണ്ണ ദൈവമായിരുന്നു. പക്ഷേ ആ ദൈവത്വം ഏതിനാൽ മറയപ്പെട്ടിരുന്നു? മനുഷ്യത്വത്തിൽ മറയപ്പെട്ടിരുന്നു. അതിന് വാക്യമുണ്ട്. എവിടെ വാക്യമുണ്ട്? കൊലോസ്യ ലേഖനത്തിലുണ്ട്. കൊലോസ്യ ലേഖനത്തിൽ ഏത് അധ്യായത്തിലുണ്ട്? 2-ാം അധ്യായത്തിലുണ്ട്. 2-ാം അധ്യായത്തിൽ ഏത് വാക്യത്തിലുണ്ട്? 9-ാം വാക്യത്തിലുണ്ട്. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് അവനിലല്ലയോ? എല്ലാം പിടി കിട്ടുന്നുണ്ടോ? ചിലരെ തലപുകഞ്ഞ് ആലോചിച്ചാണ് ഇവിടെ ഇരിക്കുന്നത്. വേണ്ട, ഫ്രീ മൈൻഡ് അല്ലേ? ടേക്ക് ഇറ്റ് ഫ്രീ ബ്രീത്തായി, ഫ്രീ ആയിട്ട് മൈൻഡ്. അത് വളരെ വ്യക്തമായി പറയുകയല്ലേ. എന്താ അവിടെ പറയുന്നത്? നമ്മളിപ്പോൾ ചിന്തിച്ച ഭാഗം ഏതാ? അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ സമ്പൂർണതയും ദേഹരൂപത്തിൽ വസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ മനസ്സിലാക്കണം? ദൈവത്വത്തിൻ്റെ ഗുണം, അത് നമ്മൾ വരും കേട്ടോ. ദൈവത്വത്തിൻ്റെ ഗുണം 2 ഭാഗമാണ്. രണ്ട് തലങ്ങളിലാണ് ദൈവത്വത്തിൻ്റെ ഗുണം. എന്താണെന്നറിയാമോ കേട്ടോ? ഒന്ന്, ദൈവത്വത്തിൻ്റെതായ ഗുണം, ദൈവത്തിൽ മാത്രമുള്ള ഗുണം. രണ്ടാമത്തേത് ധാർമ്മിക ഗുണം. മനസ്സിലാക്കണം. ഒന്ന് ദൈവത്വത്തിൻ്റെ ലക്ഷണം അല്ലെങ്കിൽ ഗുണം, രണ്ടാമത് ധാർമ്മിക ഗുണം. അത് ഞാൻ ഇങ്ങനെ ഒന്ന് പറയാൻ കേൾക്കണം. ആദ്യത്തെ ആ സ്വഭാവം, ആദ്യത്തെ ആ ഗുണം പകരപ്പെടാൻ കഴിയുന്നതല്ല. ഇവിടെ കിട്ടിയോ? ആ പാടെ ഒരു നെറ്റി വിളിച്ചൊക്കെ ഇരിക്കും.
ആദ്യത്തേത് പകരപ്പെടാൻ കഴിയുന്നില്ല. ഏത്? ദൈവത്വത്തിൻ്റെ ഗുണം. ആ ദൈവത്വത്തിൻ്റെ ഗുണം നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ഒന്ന് മനസ്സിലാക്കാൻ പറയുക. അതെന്താ ദൈവത്വത്തിൻ്റെ ഗുണം? അത് 4, കുറഞ്ഞത് 4. 1, നിത്യം. ആദ്യം നിത്യതയെ വരാം, നിത്യൻ. 2, സർവശക്തൻ. 3, സർവജ്ഞാനി. 4, ഇതാണ് ദൈവത്വത്തിൻ്റെ ഗുണം. ഇത് പകരുകയല്ല. അയ്യോ, നമുക്ക് തന്നിരുന്നേലോ, നല്ല സുഖമായി. കറക്റ്റാ. അത് പകരപ്പെടുന്നതല്ല. ദൈവം ഒരിടത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കുകയില്ല. മനസ്സിലാക്കണം, ഇങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത്. അപ്പോൾ ആ ദൈവത്വത്തിൻ്റെ ഗുണം, ഈ പറഞ്ഞ 4 കാര്യം മനുഷ്യനിലേക്ക് പകരപ്പെടുന്നതല്ല. എന്നാൽ രണ്ടാമത്തെ തലമുണ്ട്. അതെന്താണ്? ഞാൻ ഓർപ്പിച്ചു, ധാർമ്മിക ഗുണം. അതെന്തൊക്കെയാ ധാർമ്മിക ഗുണം? സ്നേഹം, വിശുദ്ധി, ദയ, കരുണ തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ. അതെന്ത് ചെയ്യുന്നുണ്ട്? ദൈവം പകരപ്പെടുന്നുണ്ട്. അതൊക്കെ ഒരു വലിയ വിഷയമാണ്. തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഇതും അതിനകത്തുണ്ട്. ദൈവത്തിൻ്റെ ധാർമ്മിക ഗുണങ്ങളോടുകൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. പാപം ചെയ്തപ്പോൾ അത് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് കേൾക്ക്, ഗിരിപ്രഭാഷണത്തിൽ മത്തായി 5:48 എല്ലാം നോക്കിക്കോണം, ഈ പുള്ളി പറയുന്ന വാക്യമൊക്കെ ശരിയാണോ എന്ന്. മത്തായി 5:48 യേശു ആ ഗിരിപ്രഭാഷണത്തിൽ പറയുന്നൊരു വാക്കുണ്ട്. എന്ത്? സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് പറഞ്ഞേ മക്കളെ, സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും. അതേതാണ്? ധാർമ്മിക ഗുണമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്ന വിഷയം, ദൈവത്വത്തിൻ്റെ ഗുണവും ധാർമ്മിക ഗുണവും കേൾക്കാൻ എല്ലാം കൂടെ ചേർത്ത് പൗലോസ് കൊലോസ്യർ 2:9 പറയുകയാണ്, ദൈവത്തിൻ്റെ സർവ സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് അവനിലല്ലയോ. അപ്പോൾ ആ ദൈവത്വം എന്ന് പറയുന്നത് മനുഷ്യത്വത്തിൽ മറയപ്പെട്ടു. എന്നാൽ അവിടെ ഈ ലോകത്തിലായിരുന്നപ്പോൾ ചില സമയങ്ങളിൽ എന്ത് വെളിപ്പെട്ടിട്ടുണ്ട്? ദൈവത്വം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലാസറിന്റെ കല്ലറയ്ക്കൽ മുമ്പിൽ നിന്ന് എന്ത് ചെയ്തു? അയ്യോ, പറയുന്നു, തീരാൻ പോകുന്നു, ഞാനല്ല ക്ലാസ്. കരഞ്ഞു. അത് മനുഷ്യത്വമാണ്. അത് കഴിഞ്ഞ് ലാസറിനെ എന്ത് ചെയ്തു? ഉയർപ്പിച്ചു. അവിടെ എന്ത് വെളിപ്പെട്ടു? അങ്ങനെ പഠിക്കേണ്ടത്. ദൈവത്വം വെളിപ്പെട്ടു. അതുപോലെ പടകിന്റെ അമരത്ത് എങ്ങനെ ഉറങ്ങി? തല വെച്ച് ഉറങ്ങുമെന്ന് എനിക്കറിയാം. അങ്ങനല്ല എഴുതിയിരിക്കുന്നത്. തലയണ വെച്ച് ഉറങ്ങിയെന്ന് തന്നെയാണ്. നമ്മുടെ ടൈപ്പിലുള്ള തലയണയാണോ എന്നറിയാം. ബൈബിളിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത് തല വെച്ച് കിടന്നുറങ്ങിയെന്നാ. തല വെച്ചാൽ കിടന്നു, പക്ഷെ തലയണ വെച്ച് കിടന്നുറങ്ങിയെന്നാ. അപ്പോൾ ഉറങ്ങിയതാരാ? മനുഷ്യത്വം. കാര്യം ഇസ്രായേലിന്റെ പരിപാലകൻ എന്ത് ചെയ്യുന്നില്ല? ചിന്തിക്കൊന്ന് പ്രകാശിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം നമുക്ക്. അപ്പോൾ ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല, ദാ ഇവിടെ കിടന്നു ഉറങ്ങുന്നു. അത് മനുഷ്യത്വം. എന്നിട്ട് എഴുന്നേറ്റ് കാറ്റേ അടങ്ങുക, കടലെ ശാന്തമാക എന്ന് പറഞ്ഞ് പ്രകൃതി ശക്തികളെ അമർച്ച ചെയ്തപ്പോൾ അവിടെ എന്ത് വെളിപ്പെട്ടു? ദൈവത്വം വെളിപ്പെട്ടു. ഇനി മൂന്നാമതൊരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഗെത്സമന തോട്ടത്തിൽ വെച്ച് യോഹന്നാൻ 18, അതെടുത്ത് കണ്ടുപിടിച്ചോണം. യോഹന്നാൻ 18. ഇത് കൂടുതൽ സഹായിക്കാൻ എനിക്ക് വേറെ നിവൃത്തിയില്ല. അപ്പോൾ യോഹന്നാൻ 18, അവിടെ യേശുവിനെ പിടിക്കാൻ ആളുകൾ വന്നു. ആദ്യത്തെ ചോദ്യം, നിങ്ങൾ ആരെയാകുന്നു തിരയുന്നത്? ഞങ്ങൾ നസറേയനായ യേശുവിനെ. അപ്പോൾ യേശുവിൻ്റെ മറുപടി എന്താ? അത് ഞാൻ ആകുന്നു. ദാ കിടക്കുന്നു മലർന്നടിച്ച്. ഇല്ലേ, അങ്ങനെയല്ലേ? പിടിക്കാൻ കഴിയാതെ മലർന്നടിച്ച് നിലത്ത് കിടക്കുന്നു. കാരണം എന്താ? മോശ ചോദിച്ചു, നിന്റെ പേരെന്താ? ഇതൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ രോമകൂപങ്ങളൊക്കെ എഴുന്നേറ്റിരിക്കും. ഞാൻ ആകെ സന്തോഷിക്കുന്ന യേശുവിനെ പറയുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മലർന്നടിച്ചത് കാരണം എന്താ? മോശ ചോദിച്ചു, പേരെന്നാന്ന് ചോദിച്ചു. എന്നോട് അവർ ചോദിക്കും, നിന്നെ അയച്ചത്? അപ്പോൾ പറയണവേ നീ, ഞാനാകുന്നു എന്നുള്ളവൻ നിന്നെ അയച്ചിരിക്കുന്നുവെന്ന് അവരോട് പറയുക. യേശു അതിവിടെ പറയുക, ഞാനാകുന്നു. അവർക്ക് പിടിക്കാൻ കഴിയാതെ അവിടെ ദൈവത്വം വെളിപ്പെട്ടു. അത് കഴിഞ്ഞ് പെടഞ്ഞെഴുന്നേറ്റു, പൊടിയെല്ലാം തൂത്ത് എഴുന്നേറ്റ് വീണ്ടും ചോദിച്ചു യേശു, നിങ്ങൾ ആരെയാകുന്നു തിരയുന്നത്? നസറേയനായ യേശുവിനെ. അടുത്ത വാക്ക് ശ്രദ്ധിക്കണം. ഞാനാകുന്നു എന്നല്ല പറഞ്ഞ, അത് പറയുന്നുണ്ട്. അടുത്തൊരു വാക്കുകൂടെ ഉണ്ട്, ഞാനാകുന്നു എന്ന്
നിങ്ങളോട് പറഞ്ഞല്ലോ. ഓ എൻ്റെ ദൈവമേ, ഞാൻ ഈ മക്കളോടെല്ലാം പറയാം, മോനെ യേശുവിനെ കുറിച്ച് പറയുന്നതൊക്കെ നമ്മുടെ ചങ്കുമായിട്ട് ബന്ധപ്പെടുത്തി വേണം പോകാൻ. എന്തൊരു സന്തോഷമാണെന്നറിയാമോ? അവിടെ പറയുന്ന പ്രയോഗം, അത് ഞാനാകുന്നുവെന്ന് നിങ്ങളോട് ആ മനുഷ്യത്വത്തിലേക്ക് വരിക. അപ്പോഴാണ് യേശുവിനെ അവരെ പിടിച്ചത്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം എന്താണെന്ന് ചോദിച്ചാൽ, അവിടുത്തെ ദൈവത്വം, യേശു ഇവിടെ വന്ന് ദൈവത്വം കളഞ്ഞേച്ചാൽ അങ്ങനെ പഠിപ്പിക്കുന്ന ചില മിടുക്കന്മാരുണ്ട്. ദൈവത്തെ എല്ലാം എടുത്ത് ദൂരെ സ്വർഗത്തിൽ കളഞ്ഞേച്ച് ആരായിട്ട് ഇങ്ങോട്ട് വന്നു? അങ്ങനെ വചനം പഠിപ്പിക്കുന്നില്ല. അവിടുന്ന് ഈ മണ്ണിലായിരുന്നപ്പോൾ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു. എന്നാൽ ആ മനുഷ്യത്വത്തിൽ എന്ത് ചെയ്തു? ദൈവത്വം മറയപ്പെട്ടിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ദൈവത്തോടുള്ള സമത്വം ആർക്കുണ്ട്? യേശുവിനുണ്ട്. അത് കളഞ്ഞേച്ച് അതെങ്കിൽ അത് ഒഴിഞ്ഞു വെച്ചിട്ടാണ് സമത്വം, ദൈവത്വമല്ല, ആ സമത്വം ഒഴിഞ്ഞു വെച്ചിട്ടാണ് ഈ മണ്ണിലേക്ക് വന്നത്. അത് യേശു ദൈവമാണെന്ന് തെളിയിക്കുന്നതാണ്. നമുക്കിപ്പോൾ തൽക്കാലം അവസാനിപ്പിക്കാം. ഇനി എബ്രായർ 1:3 ഉണ്ട്. അപ്പോൾ എല്ലാവരോടും പറയണം, എടാ പുത്രൻ്റെ ദൈവത്വം തുടങ്ങിയിട്ടുണ്ട്, നമുക്കെല്ലാവർക്കും പോകണം എന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരണം. നമുക്ക് യേശുവിനെ കൂടുതൽ സ്നേഹിക്കാം, ഇല്ലേ മോനെ? നാം 18-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, ഞങ്ങളുടെ കർത്താവായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈ പഠനം മുഖാന്തരമായിട്ടൊക്കെ ഉണ്ടാകേണ്ടത് എന്നാണെന്നറിയാമോ? യേശുവിനോടുള്ള സ്നേഹം. കുറേ കൂടെ ഞാൻ അതിൻ്റെ ക്ലൈമാക്സിൽ പറയട്ടെ, യേശുവിനോടുള്ള പ്രേമം, അല്ലേ? പ്രേമം എന്നിൽ വർദ്ധിക്കുന്നേ. യേശുവിനോടുള്ള പ്രേമം നമുക്ക് വർദ്ധിക്കണം. കർത്താവ് സഹായിക്കട്ടെ. അവിടുത്തെ നാമം വാഴ്ത്തട്ടെ.